കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി 1973 സ്ഥാപിതമായ മുത്തങ്ങ വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ്. ആനകളെ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. ഈ വലത് ഭാഗത്ത് കാണുന്നവൻ ഒരു കുങ്കിയാനയാണ്. മുത്തങ്ങയുടെ ജനജീവിതം സ്തംഭിപ്പിച്ച ഇവൻ ദുർഗുണ പാഠശാലയിൽ എന്നോളം ഇപ്പോൾ ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം ഒരു വ്യത്യസ്ത വൃക്ഷപക്ഷി ജന്തുജാലങ്ങളുടെ ഒരു കലവറയാണ്. മുത്തങ്ങ കാടുകളിൽ മനോഹരമായ യൂക്കാലിപ്റ്റിസ് മരങ്ങൾ നമുക്ക് കാണാം. മുത്തങ്ങ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. കർണാടകയിലെ ബന്ദിപ്പൂരും തമിഴ്നാട്ടിലെ മുതുമലൈ ടൈഗർ റിസർവും. പോകും വഴിയിൽ റോഡിന്റെ 2 ഭാഗങ്ങളിലും മാനുകളെ കാണാം. ദിവസവും അവർ സഫാരി വാഹനങ്ങൾ കാണുന്നതുകൊണ്ട് ഉൾവലിയാനുള്ള പ്രവണതകൾ ഒന്നും തന്നെ കാണുന്നില്ല. ഇന്ന് നമ്മുടെ സഫാരി വാഹനത്തിന്റെ സാരഥി ഉനൈസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചില കാഴ്ചാനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. ദിവസവും വ്യത്യസ്തമായ മൃഗങ്ങളെ കാണാനും ആസ്വദിക്കാനും കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെ. മാൻ മുതൽ പുലി, കടുവ വരെ അദ്ദേഹം കണ്ടിരിക്കുന്നു. ഇവനൊരു കൊമ്പനാണെങ്കിലും അതിന്റെ യാതൊരു അഹങ്കാരവും കാണിക്കാതെ ഭക്ഷണത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നല്ല സ്വാദോടെ പുല്ലുകൾ ആസ്വദിച്ചു കഴിക്കുന്നു. ഈ കൊമ്പന്റെ കുറച്ചു പുറകിലായി പുല്ലുമേയുന്ന 2 മ്ലാവുകളെ നമുക്ക് കാണാം. പൊതുവെ കാടുകളിലെ കടുവകളുടെയും പുലികളുടെയും ചെന്നായകളുടെയും ഇഷ്ടമൃഗമാണ് മ്ലാവുകൾ. കറുപ്പിന് 7 അഴകാണെന്ന് പണ്ടാരോ പറഞ്ഞിരുന്നു. അത് എത്ര ശരിയാണ് അല്ലേ? എന്താ ഭംഗി അവനെ കാണാൻ, നല്ല സ്പൈക്കി ഹെയർസ്. കാട്ടിലെ കർഷകരാണ് ഇവരൊക്കെ. കാരണം കാടിന്റെ പല ഭാഗങ്ങളിലായി ഉഴുതുമറിക്കുന്നത് ഇവരാണ്. അല്പം ഞങ്ങളെ നോക്കി നിന്നതിന് ശേഷം അവരെ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ഇനി മുത്തങ്ങ വൈൽഡ് ലൈഫിലേക്കുള്ള പ്രവേശന നിരക്കുകൾ പറയാം. ഇന്ത്യക്കാർക്ക് 350 രൂപയാണ് ബസ് സഫാരി നിരക്ക്. വിദേശികൾക്ക് 700 രൂപയും. ജീപ്പ് സഫാരിയും ബസ് സഫാരിയും ഉണ്ട്. ജീപ്പ് സഫാരിക്ക് 5 പേർക്ക് ഏകദേശം 2400 ആകുന്നു. രാവിലെ 7 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയുമാണ് സമയക്രമം. വീണ്ടും മ്ലാവുകൾ തന്നെ. ഇംഗ്ലീഷിൽ ഇവറ്റകളുടെ പേരിന് കേരളത്തിന്റെ ഒരു കറിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതേതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ കേട്ടോ. ചെല്ലുന്നിടം സ്വർഗം എന്ന് കരുതുന്ന 3 അതിഥികളാണിവർ. കാട്ടുകോഴികൾ. കണ്ടാൽ നാട്ടുകോഴി എന്നേ പറയുള്ളൂ. ചിക്കിത്തിരഞ്ഞ് ചെറുപ്രാണികളെ അകത്താക്കാനുള്ള ധൃതിയിലാണെന്ന് തോന്നുന്നു. എന്റെ മിക്ക സഫാരികളും ഇവരെ തേടിയുള്ളതായിരുന്നു. നാനാച്ചിയിൽ വെച്ച് യാദൃശ്ചികമായി പുലിക്കുട്ടികളെ കണ്ടതാണ് കാടുകളോടും മൃഗങ്ങളോടുമുള്ള ഒരിഷ്ടം വർദ്ധിക്കാനുള്ള കാരണം. എന്താ ഭംഗി! പുള്ളിനിറമുള്ള കോട്ട് ധരിച്ചതുപോലെ അവന്റെ ആ നോട്ടവും പേടിയില്ലാത്ത നടത്തവും ആരെയും മനം കുളിർപ്പിക്കുന്ന ഭംഗി തന്നെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, മുത്തങ്ങ ആനകളുടെ പറുദീസയാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ സഫാരിയുടെ അവസാന നിമിഷം എത്തിയിരുന്നെങ്കിലും കാഴ്ചകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടം ആനകൾ, കൊമ്പനും കുട്ടിയും എല്ലാവരും അടങ്ങിയ കൂട്ടം. ആനക്കുട്ടിയുള്ള കൂട്ടം എപ്പോൾ വേണമെങ്കിലും അപകടകാരികളായി മാറാം. അതുകൊണ്ട് അകലം പാലിച്ച് വേണം അവരെ നിരീക്ഷിക്കാൻ. സഫാരി കഴിഞ്ഞെങ്കിലും കുങ്കിയാനകളെ ആനപ്പന്തിയിൽ പോയി കാണാനും ആനയ്ക്ക് ഭക്ഷണം നൽകുന്ന കാഴ്ച കാണാനും കുങ്കിയാനകളെ അടുത്തു കാണാനുമുള്ള ഒരവസരം ലഭിച്ചു. ഈ ആനകൾ ഒക്കെയും ജനജീവിതം സ്തംഭിപ്പിച്ചതിന് കുങ്കിയാനകളാക്കി മാറ്റിയതാണ്. ഈ ആനകളെ ചട്ടം പഠിപ്പിച്ച ശേഷം കാട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നെങ്കിൽ എന്ന് നാം ചിന്തിച്ചേക്കാം. അത്തരം വികൃതി കൊമ്പന്മാർ നാട്ടിലിറങ്ങുമ്പോൾ അവരെ തുരത്താനും
കാട് കയറ്റാനും നാം ഇവരെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.